ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടൊരു സ്പോഞ്ച് കേക്ക് റെഡിയാക്കി എടുക്കാം. ഓംബ്രെ സ്പോഞ്ച് കേക്ക് എന്നാണ് ഇതിന് പറയുന്നത്. അതായത് ഒരു കേക്കിൽ തന്നെ മൾട്ടി കളറായിട്ട് സ്പോഞ്ചസ് വരുന്ന കേക്കിനെയാണ് ഈ ഓംബ്രെ സ്പോഞ്ച് കേക്ക് എന്ന് പറയുന്നത്. കാണുമ്പോൾ ഒരു കൗതുകം തോന്നുന്ന ഒരു കേക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നമുക്ക് നോക്കാം. ഈ കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്കൊരു 1/4 കപ്പ് മൈദ വേണം. അതായത് 90 ഗ്രാം മൈദ. അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറിന് ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചു വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്കൊരു 3 മുട്ടയുടെ വൈറ്റും യോക്കും സെപ്പറേറ്റ് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഒരു 90 ഗ്രാം പഞ്ചസാര വേണം. പിന്നെ ഒരു 60 ml പാലും 30 ml വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് മിക്സാക്കി വെച്ചിരിക്കുന്നതും വേണം. പിന്നെ ഈ കേക്കിൽ ചേർത്തിരിക്കുന്ന സാധനങ്ങളുടെ അളവുകളൊക്കെ ഞാൻ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, അത് നോക്കിയാൽ മതി. ഈ എഗ് യോക്കിലൊക്കെ നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെ ഒരു 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുത്താൽ മതി. ബാക്കി നമുക്ക് എഗ് വൈറ്റ് പതപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കണം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഈ പഞ്ചസാരയൊക്കെ അലിയുന്ന രീതിയിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലിൻ്റെയും ഓയിലിൻ്റെയും കൂടി ഒരു മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പഞ്ചസാരയ്ക്ക് നന്നായിട്ട് അലിയുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒറ്റയടിക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ മിക്സാക്കുന്ന പോലെ തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ ഫോൾഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിനി എഗ് വൈറ്റ് ചേർക്കുമ്പോഴാണ് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ സാധാരണ രീതിയിൽ തന്നെ മിക്സാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് വൈറ്റ് പതപ്പിക്കാവുന്ന ഒരു ടീസ്പൂൺ വിനാഗിരിയും ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് എഗ് വൈറ്റ് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് ബാക്കി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല സ്റ്റിഫായിട്ടുള്ള പീക്സായി വരുന്നവരെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എഗ് യോക്കിൻ്റെ മിക്സിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 3 പോർഷൻസ് ആയിട്ട് തിരിക്കാം, 3 കളേഴ്സ് ആഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് 3 പോർഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കളേഴ്സ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആദ്യം തന്നെ ബ്ലൂ കളർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ലൈറ്റ് റെഡ് കളറും അതുപോലെ തന്നെ ഗ്രീൻ കളറുമാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെ നമുക്ക് മൾട്ടി കളറായിട്ട് സെറ്റ് ചെയ്തെടുക്കണമെന്നൊന്ന് നോക്കാം. ഞാനിപ്പോൾ പേപ്പർ പ്ലേറ്റ് ഉണ്ടല്ലോ, നമ്മുടെ സാധാരണ പേപ്പർ പ്ലേറ്റ് മുറിച്ചിട്ട് കറക്റ്റ് ആ ഒരു ഫിറ്റിംഗ് ഉള്ള രീതിയിൽ മുറിച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം അടുക്ക് വെക്കാം, പിന്നെ 2 മടക്കിയിട്ട് 2 സൈഡിലും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഓരോരോ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ 3 കളേഴ്സിലുള്ള ബാറ്റർ നമ്മൾ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പേപ്പർ പ്ലേറ്റ് ഒന്ന് പതുക്കെ പൊക്കി മാറ്റണം. ഈ രീതിയിൽ പതുക്കെ പൊക്കിയെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് നിൽക്കും. ഇനി ഇതൊന്ന് നമുക്ക് പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ ഒരു 155 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓംബ്രെ കേക്ക് റെഡി ആയിട്ടുണ്ട്. മൾട്ടി കളറിൽ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. താങ്ക് യു.